ബഡീസ് ഇന്ന് ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നത്. തുണിയും കഴുകാനുണ്ടായിരുന്നു, പിന്നെ ഇവനെയും ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി. സമയം 1 മണി. ഡ്യൂട്ടിക്ക് കയറണമെന്ന് ധൃതിയിൽ പോകുന്ന വഴിക്കാണ് അമ്മ വിളിച്ചത്. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, ഇത് കഴിച്ചിട്ട് പൊക്കോന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അമ്മ ചക്കക്കുരു കറിയും ദോശയും തന്നു. ചക്കക്കുരു കറിയിൽ പുളിയുള്ളതുകൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടോ. പുളിക്കായി മാങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു. കറി നന്നായി കുറുക്കി എടുത്തോണ്ട് വേറെ ലെവൽ ടേസ്റ്റ്. ഞാൻ അതങ്ങ് ആസ്വദിച്ച് കഴിച്ചു. പിന്നെയാണ് അമ്മ ഓർത്തത് ഉണക്കമുളക് ചമ്മന്തിയുടെ കാര്യം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ഉണക്കമുളക് ചമ്മന്തി. പാത്രത്തിൽ കുറെ കറി ഉണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് വേണമെന്ന് പോലും ചോദിച്ചില്ല, ഞാൻ അത് മൊത്തം എടുത്തു. അതും കഴിഞ്ഞ് അമ്മ തന്നത് കട്ടൻ കാപ്പിയാണ്. നട്ടുച്ച നേരത്ത് കട്ടൻ കാപ്പി ഉണ്ടാക്കി തന്ന അമ്മയുടെ മനസ്സ്. കാപ്പിയുടെ ചൂട് കാരണം പുകഞ്ഞ് വേർത്ത് ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങി. അങ്ങനെ സോണിലെത്തിയപ്പോഴേക്കും ടേസ്റ്റ് കാട്ടിൽ നിന്ന് 33 രൂപയ്ക്കുള്ള ഓർഡർ കിട്ടി. വേഗം സ്വിഗ്ഗിയുടെ യൂണിഫോം എടുത്തിട്ടു. എന്നിട്ട് മണിച്ചേട്ടന്റെ സോന സോന എന്ന പാട്ട് ഹെഡ്സെറ്റ് ഇട്ടു. വൈബായിട്ട് ഡ്യൂട്ടി ചെയ്തു. അതും കഴിഞ്ഞ ഒരു ലോങ് ഓർഡർ ആയിരുന്നു കേട്ടോ. നമ്മുടെ വൈബിന് ഒത്തൊരു കൂട്ടുകാരൻ കിട്ടുന്നത് പൊളിയല്ലേ. ഒരാൾ എനിക്ക് കോഴിക്കോട് നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ നടൻ ധനുഷ് ബ്രോ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ സമയത്ത് ഒരേ സ്ഥലത്തേക്ക് ഓർഡർ കിട്ടി. എന്ത് കാര്യത്തിന് ഓടിച്ചാടി എത്തുണ്ടോ, അതാണ് ഇയാളുടെ പ്രത്യേകത. എന്റെ വണ്ടിയിൽ പെട്രോൾ ഇല്ലെങ്കിലും വണ്ടി ഒന്ന് ഓഫായാലും ആൾ ഓടിയെത്തും. എന്റെ വണ്ടി പമ്പിലോ അല്ലെങ്കിൽ മെക്കാനിക് ഷോപ്പിൽ എത്തിക്കാനായിട്ട്. അങ്ങനെ എനിക്ക് കിട്ടിയ ക്യാഷ് ഓൺ ഡെലിവറിയിൽ നിന്ന് ആൾക്കൊരു ജ്യൂസും എനിക്കൊരു ജ്യൂസും വാങ്ങിച്ചു. നല്ല ഷിമിട്ടൻ കരിമ്പ് ജ്യൂസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പിരിഞ്ഞു. പിന്നെ 1.5 മണിക്കൂർ എനിക്ക് ഓർഡർ ഒന്നും കിട്ടിയില്ല. നല്ല മടുപ്പ് തോന്നി. അതുകൊണ്ട് കുറച്ച് മുന്തിരിയും ഓറഞ്ചും വാങ്ങി നേരെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് അമ്മയുടെ അടുത്ത് പോയി കുറെ നേരം കഥ പറഞ്ഞു. ക്ഷീണം കൊണ്ട് ഞാൻ ഉറങ്ങാനാണ് പോയത് കേട്ടോ. പക്ഷെ ഉറങ്ങാൻ സമയം കിട്ടിയില്ല. അതും കഴിഞ്ഞ് അമ്മ എനിക്ക് 4-4:30 ആകുമ്പോഴേക്കും കട്ടൻ കാപ്പി ഉണ്ടാക്കി തന്നു. ജീരകവും ഏലക്കായയും ചുക്കും ചേർത്തൊരു കാപ്പി, അതിൽ കുറച്ച് ശർക്കരയും. എന്നിട്ടും എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അമ്മ ചെറിയൊരു പണി തന്നു, വീടിന് ചുറ്റുമുള്ള ചപ്പും ചവറും കത്തിക്കാനായിട്ട്. അത് കഴിഞ്ഞ് രാത്രി 9 മണി വരെ ഞാൻ നന്നായി ഉറങ്ങി. എന്നിട്ട് ഹോട്ടലിൽ പോയി 2-3 പൊറോട്ടയും വാങ്ങിച്ചു, ഒപ്പം ബീഫ് കറിയും വാങ്ങിച്ചു. എന്നിട്ട് ആസ്വദിച്ച് കഴിച്ചു. അതും കഴിഞ്ഞ് വീണ്ടും സുഖമായിട്ട് കിടന്നുറങ്ങി ബഡീസ്.